വാർത്തയിലേക്കാണ്. PSC ആസ്ഥാനത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാപ്പകൽ സമരം തുടരുകയാണ്. PSC ചെയർമാൻ MR ബൈജുവിനെയും PSC അംഗങ്ങളെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച സമരം നടത്തുന്നത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് PSC ആസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചത്. ശ്യാമപ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമപ്രസാദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസം ആരംഭിച്ച രാപ്പകൽ സമരം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ നാടകമൊക്കെ കണ്ടതാണ്. സമരപ്പന്തൽ കെട്ടുന്നു, പൊളിച്ചു മാറ്റുന്നു, വീണ്ടും യുവമോർച്ച കെട്ടുന്നു. എന്തായാലും ഒരടി പോലും പിന്നോട്ടില്ല. ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയല്ലേ യുവമോർച്ച? ആര്യശ്രീ സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും യുവമോർച്ച പട്ടം PSC ആസ്ഥാനത്ത് നടത്തുന്ന രാപ്പകൽ സമരം ഈ മണിക്കൂറിലും പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെയാണ് നിലവിൽ പട്ടം PSC ഓഫീസിന് മുന്നിൽ ഈ രാപ്പകൽ സമരം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. ഈ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു രാപ്പകൽ സമരം പൊളിക്കാനുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനെയെല്ലാം തന്നെ ശക്തമായി ചെറുത്താണ് നിലവിൽ ഈ രാപ്പകൽ സമരം ഇപ്പോഴും ഈ മണിക്കൂറുകൾ പുരോഗമിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ്, ഒപ്പം തന്നെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമഠം അടക്കമുള്ളവരെല്ലാം തന്നെ സമരപന്തലിലും ഈ മണിക്കൂറുകളിൽ നിലവിൽ പ്രവർത്തകർക്കൊപ്പം തന്നെ ഈ സമരത്തിൽ മുന്നണി പോരാളികളായി നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ ഈ PSCയിലെ ക്രമക്കേടുകളെല്ലാം തന്നെ സംബന്ധിച്ചപ്പോൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലും ഇത് സുതാര്യമാക്കണമെന്നുള്ള അല്ലെങ്കിൽ സംവിധാനങ്ങൾ സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് യുവമോർച്ച ഇത്തരത്തിൽ ശക്തമായ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നതിൻ്റെ ഇത് ആദ്യ ഭാഗമെന്നോണം തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പട്ടം PSC ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്ന രാപ്പകൽ സമരം. ഈ രാപ്പകൽ സമരം ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുകയാണ്. എന്തായാലും നിയമനങ്ങളെല്ലാം തന്നെ സുതാര്യമാക്കുക, ഇതിന് ചട്ടങ്ങൾ രൂപീകരിക്കുക, ഒപ്പം തന്നെ PSC നിയമനങ്ങൾ സംബന്ധിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിടുക, ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും യുവമോർച്ച ഇപ്പോൾ ഈ രാപ്പകൽ സമരം പുരോഗമിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് അടക്കമുള്ളവർ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദിൻ്റെ നേതൃത്വത്തിൽ അടക്കമുള്ള സംഘം ഇത്തരത്തിൽ പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നു. ഒപ്പം തന്നെ ഗവർണറുടെ ഇടപെടലും ഇക്കാര്യത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും പ്രധാനമായി നിയമോപദേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഗവർണർ നിയമോപദേശം തേടിയതാണ് നമുക്ക് ലോക് ഭവനിൽ നിന്നെല്ലാം തന്നെ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ രാപ്പകൽ സമരം പുരോഗമിക്കുമ്പോഴും നിലവിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനുണ്ട്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഖിൽ പാലോട്ടുമഠമുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു രാപ്പകൽ സമരം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പല കോണുകളിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു സമരം നീക്കം പൊളിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഈ ഒരു രാപ്പകൽ സമരത്തെ കാണുന്നത്? പ്രസിഡന്റ് സംസാരിക്കും. പ്രസിഡന്റ് ഞങ്ങൾ ബൈറ്റ് കൊടു അല്ല, ഒന്ന് ഞങ്ങൾ ഉയർത്തിയ വിഷയം കഴിഞ്ഞ 1.5 മാസക്കാലമായി ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ആവശ്യം, അതിൻ്റെ ആവശ്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ യുവമോർച്ച ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമാധാനപരമായിട്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഈ സമരം സമാധാനപരമായി നടത്താൻ സമ്മതിക്കില്ല എന്നാണ് സർക്കാർ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇന്നലെ നടന്ന സംഭവങ്ങളിലും ഞങ്ങൾ നടത്തിയ എല്ലാ സമരങ്ങളിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളെല്ലാം. അതുകൊണ്ടൊരു കാര്യം സൂചിപ്പിക്കുന്നു, MR ബൈജു PSCയുടെ ചെയർമാനും അതുപോലെ തന്നെ 21 അംഗങ്ങളും അവരെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നത് വരെ ഈ സമരം ഞങ്ങൾ നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സമര രീതികളും യുവമോർച്ച തീരുമാനിച്ചിട്ടുണ്ട്, അതെല്ലാം നടപ്പിലാക്കും. അതോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുന്നത് വരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയെക്കുറിച്ച് ധവളപത്രം ഇറക്കുക, ധവളപത്രം ഇറക്കിയതിനു ശേഷം റാങ്ക് ഹോൾഡേഴ്സിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൽ നിയമനം നൽകാനുള്ള തീരുമാനമെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെയും അതോടൊപ്പം തന്നെ PSCയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി നിയമനങ്ങളിലെ അഴിമതികൾ CBI അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ കേരള സർക്കാർ ചെയ്യുന്നതുവരെയും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനെ തുടർന്നുള്ളൊരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം കുറച്ചുകൂടി ശക്തി പ്രാപിക്കും. ഈ സമരം നിങ്ങൾ ഇങ്ങനെയല്ല കാണാൻ പോകുന്നത് വരും ദിവസങ്ങളിലെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തി പ്രാപിക്കും. അതുതന്നെയാണ് യുവമോർച്ച നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. ഇപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമരപ്പന്തലിൽ നടന്ന വളരെ നാടകീയമായ നീക്കങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ ശക്തമായി എതിർത്തുകൊണ്ടാണ് യുവമോർച്ച ഈ ഒരു മണിക്കൂറുകളിലും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. എന്താണ് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ നീക്കം, ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത്?
LDF സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ചിട്ടുള്ള ബോർഡും ചെയർമാനും ഒക്കെയാണ് ഇപ്പോഴും നിലവിൽ PSC ക്കുള്ളത്. ആ PSC-ക്കും ആ PSC ചെയർമാനുമെതിരെയാണ് ഞങ്ങൾ പ്രത്യക്ഷമായി യുവമോർച്ച കേരളത്തിൽ സമരം പ്രഖ്യാപിച്ചത്. അവിടുത്തെ നടക്കുന്ന അഴിമതി, ആ ഉദ്യോഗാർത്ഥികളോട് നടത്തുന്ന ക്രൂരത, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ്സുകാരനായിട്ടുള്ള VD സതീശനാണ് യുവമോർച്ചയുടെ സമരപ്പന്തൽ പൊളിക്കുന്നതിലേക്ക് വേണ്ടി പോലീസിന് നിർദ്ദേശം നൽകുന്നത്. അതായത് CPM നിർദ്ദേശിച്ച് CPM നിയോഗിച്ച CPM-കാരനായിട്ടുള്ള MR ബൈജുവിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള VD സതീശൻ BJP-യുടെ യുവമോർച്ചയുടെ സമരത്തെ തകർക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ സമരത്തെ തകർക്കാൻ VD സതീശൻ വിചാരിച്ചാൽ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, കറവപ്പശുവായിട്ട് PSC-യെ കാണുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കറുവേപ്പിലയായി കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെയും യുവജനങ്ങളെയും കാണാൻ കഴിയില്ല എന്ന് യുവമോർച്ച ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അത് കേരളത്തിലെ യുവാക്കൾ മുന്നോട്ട് വയ്ക്കുന്നതും അവർ പറയുന്നതുമായ ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാ ദിവസവും, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജനൻ TV അടക്കം റിപ്പോർട്ട് ചെയ്ത നിരവധിയായ വാർത്തകളുണ്ട്. ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, പ്ലാനിംഗ് ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ LP-UP ടീച്ചർമാരുടെ ആ നിയമനവുമായി ബന്ധപ്പെട്ട് അവരെല്ലാം തെരുവിൽ കിടക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംഘടന, അത് ഞങ്ങൾ യുവമോർച്ചയാണ്. ഞങ്ങൾ ആ സമരം ഇന്നലകളിലും തുടർന്നു, ഇന്നും തുടരുന്നുണ്ട്, നാളെയും ഈ സമരം ഞങ്ങൾ തുടരും. ഞങ്ങളുടെ സമരത്തിൻ്റെ കോസ്റ്റ്, ഞങ്ങളുടെ സമരത്തിൻ്റെ ആവശ്യം, അത് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന യുവാക്കൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ്. ആ ആവശ്യത്തിനൊപ്പമായിരിക്കും എല്ലാ കാലത്തും യുവമോർച്ച. നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു, നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടക്കുന്നു. ഈ അന്വേഷണത്തിലെല്ലാം തന്നെ യുവമോർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിശ്വാസം ഉണ്ടോ? അല്ല, ഈ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ആ വിശ്വാസം ഞങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തെ പന്തൽ പൊളിക്കാൻ എന്തിനാണ് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും നേരിട്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുമ്പോൾ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, PSC-യുടെ ഉദ്യോഗസ്ഥരെ, ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് എന്ന കാര്യത്തിൽ ഉറപ്പല്ലേ? ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ച കേന്ദ്ര അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സുരേഷ്, ശക്തമായ ആവശ്യം തന്നെയാണ് യുവമോർച്ച ഈ പ്രത്യക്ഷ സമര പരിപാടികളിലൂടെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ തന്നെ PSC ഓഫീസിന് മുന്നിൽ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ട് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നേതൃത്വം ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്.